ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് തുടക്കക്കാർക്ക് കേരള ഫിഡ്സ് ലിമിറ്റഡിൽ ജോലി നേടാം. മിനിമം ഡിഗ്രി ഉള്ളവർക്ക് സുവർണ അവസരം. ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം. കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം. കേരള ഫിഡ്സ് ലിമിറ്റഡ് ഇപ്പോൾ ഗ്രാജുവേറ്റ് ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ ഡിഗ്രിയുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. 16,000 രൂപ ശമ്പളത്തിൽ കേരള ഫിഡ്സ് ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2024 ജനുവരി 29 മുതൽ 2024 ഫെബ്രുവരി 16 വരെ അപേക്ഷിക്കാം. ഇതിലേക്കുള്ള മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥാപനത്തിൻ്റെ പേര് കേരള ഫിഡ്സ് ലിമിറ്റഡ്. ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻറ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ NA. തസ്തികയുടെ പേര് ഗ്രാജുവേറ്റ് ട്രെയിനി. ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ്. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള. ഇതിലേക്കുള്ള സാലറി പറയുന്നത് 15,000, 16,000. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട തീയതി 2024 ജനുവരി 29 മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 2024 ഫെബ്രുവരി 16 വരെയാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം. ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം. ഗ്രാജുവേറ്റ് ട്രെയിനി പ്രായപരിധി പറയുന്നത് 26 വയസ്സാണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ട്രെയിനി. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുണ്ടായിരിക്കണം. ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് മറ്റുള്ളവർ 375 ആണ് അപേക്ഷാ ഫീസ് വരുന്നത്. SC/ST കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2024 ഫെബ്രുവരി 16 വരെയാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.